സമസ്ത ഹോംസിന്റെ കഴക്കൂട്ടം സൈറ്റിലെ പാലുകാച്ചാണ് നടന്നത്. കംപ്ലീഷൻ സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഈ പ്രോജക്റ്റ് നമ്മൾ ഒരു 1.5 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമുക്കത് 12 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. അപ്പം ഇതാണ് നമ്മുടെ ഓണർ. അപ്പം സാറിന്റെ പേര് അരുൺ ബാലകൃഷ്ണൻ എന്നാണ്. ഇത് കഴക്കൂട്ടമാണ് സൈറ്റ്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 9 അപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. റെന്റൽ പർപ്പസ് ആണ്. അപ്പൊ നമ്മുടെ ടെക്നോ പാർക്ക് ഏരിയയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ റെന്റലിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. 9 അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 അപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. 2 എൻട്രി ഇവിടെ കാണാം. 3ാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആ സൈഡിലാണ് വരുന്നത്. 3ാമത്തെ എൻട്രി മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് 3 എൻട്രി നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അതിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മളിത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് തോന്നുകയും വേണം. 9 അപ്പാർട്ട്മെന്റ് വേണം താനും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എലിവേഷൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തത്. ഇതിൽ ആ സൈഡിൽ നമ്മളെ ഈസ്റ്റ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒരു എലിവേഷൻ ഉണ്ട്. അത് നമുക്ക് ആ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അപ്പം ഇനി നമ്മുടെ കൺസ്ട്രക്ഷനും മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് സാറിന് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയായിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ എന്നും ബാക്കി ഡീറ്റെയിൽസും. അതെ, അപ്പോ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആണ് ഈ കൺസ്ട്രക്ഷൻ. നമ്മളിപ്പോൾ ആദ്യം അഗ്രിമെന്റിൽ ഇത് 1.5 ഇയേഴ്സ് എന്നായിരുന്നു. കാരണം ഇത്ര നമുക്ക് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇത്തിരി അധികം ഉണ്ടായിരുന്നു. 5600+ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഇത് നമുക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അത് മൊത്തം റൂഫൊക്കെ എല്ലാം വാർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്കൊന്ന് സ്പീഡപ്പ് ചെയ്ത് ചെയ്യണം. ബാക്കി എല്ലാം നമുക്ക് ഇത് ചെയ്തിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവർ നമ്മുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് തന്നു. നേരത്തെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തെന്നോ അങ്ങനെയുള്ള രീതിയിലല്ല. നമ്മുടെ ഒരു ഇതനുസരിച്ച് ബിൽഡിങ്ങിനുള്ള എല്ലാ സ്ട്രെങ്ത്തും ക്വാളിറ്റിയും വെച്ചിട്ട് തന്നെ ചെയ്ത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. അത് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് റീവർക്ക് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരത് ഒരിക്കലും നോ എന്ന് പറയുന്ന ഒരു ഇത് പറയൂല. അവരത് റീവർക്ക് ചെയ്ത് എങ്ങനെയാണ് അത് ബെറ്റർ ആയിട്ട് നമ്മുടെ നീഡ്സ് എങ്ങനെയാണ് അത് ഫുൾഫില്ല് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് അവരത് ആ ഒരു അപ്രോച്ച്, ആ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ഒരു അപ്രോച്ചാണ് ഇവരുടെ. അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് ഇവരായിട്ടുള്ള ഒരു അപ്രോച്ചും വേറെ ഇത്. കാരണം നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. നമുക്ക് ക്വാളിറ്റിയോ വേറെ കാര്യങ്ങളിലൊക്കെ ഒരു സംശയം വേണ്ട. നമുക്ക് എലിവേഷൻ തന്നെ ഇപ്പോൾ നമ്മൾ പല എലിവേഷൻസ് നമ്മൾ ഡിസൈൻ നമ്മൾ സംസാരിച്ചു, പലത് മാറ്റി, എന്നിട്ട് വീണ്ടും റീവർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്ത് അവസാനം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എലിവേഷൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് തന്നു. എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് എലിവേഷൻ മാറ്റാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ വീണ്ടും നമ്മളെ സജസ്റ്റ് ചെയ്തത് ഒന്നും കൂടി ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു എലിവേഷൻ ഫൈനലി നമ്മൾ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഇതുപോലെ നമ്മളിപ്പോൾ അപ്പാർട്ട്മെന്റ്സ് പോലെയാണ് പണിയുന്നത്. 9 അപ്പാർട്ട്മെന്റ്സ് പോലെ ആ ഒരു ലോഡ്ജ് പോലത്തെ ഒരു ഇത് വരരുത്. അപ്പോൾ നമുക്കൊരു വീട് പോലെയുള്ള ഒരു മോഡേൺ ഒരു കണ്ടംപററി ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. നമുക്കൊരു ട്രഡീഷണൽ ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡുലർ ടൈപ്പ് നമുക്ക് അതിലൊരു ട്രഡീഷണൽ ടച്ചും ഉണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് സമസ്ത ഗ്രൂപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റി. അപ്പോൾ എല്ലാത്തിനും ഇവർ നമ്മുടെ ഒരു നീഡ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ മാത്രമല്ല എല്ലാത്തിനും ഇവർ കോൺക്രീറ്റിന്റെ സ്ട്രക്ചറോ വേറെ എന്തൊക്കെയാണോ ഇവരിപ്പോൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് എല്ലാം ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഇവരുടെ ട്രാൻസ്പാരൻസിയാണ്. ഇവർ വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് എന്താണോ ഇവരത് ഡിസ്കസ് ചെയ്യും. നമ്മുടെ നീഡ് എന്താണോ അത് ശരിയാണോ തെറ്റാണോ അത് എങ്ങനെയാണോ ബെറ്റർ ആണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും അത് ഇവർ പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവർ തരും. അതുകൊണ്ട് നമുക്ക് ഫൈനലി നമുക്ക് ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളും ഫൈനലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മളെ ചീറ്റ് ചെയ്യുന്നത് നമ്മളെ ഇത് ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്ക് വരില്ല. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് സമസ്ത ഗ്രൂപ്പായിട്ട്. വലിയൊരു എൻ്റെ ഒരു ഇതായിരുന്നു ഇവിടെ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന്. അത് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കൺഗ്രാറ്റുലേഷൻസ് ടു സമസ്ത ഗ്രൂപ്പ്. വിഷ് യു ഓൾ ഗ്രേറ്റ് സക്സസ് അഹെഡ്. അപ്പോൾ താങ്ക്സ്. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ അതുപോലെ സാറ് പറഞ്ഞ പോലെ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് സാറിന്റെ ഒരു പ്ലാനിങ്ങും കൂടി ഉള്ളത് കൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്.
കാരണം അതെങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്നൊക്കെ സാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളത് പറയുമായിരുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ഇത് തീർക്കാൻ പറ്റത്തില്ലേ. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആദ്യം നമ്മളെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഇങ്ങനെ വച്ചേക്കുമായിരുന്നു. ഇത് ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി നമ്മൾ റീതിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒരു ഐഡിയയും കൂടി തന്നതുകൊണ്ടാണ്. കാരണം നമ്മളിതിപ്പോൾ ചെയ്തേക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ബോഡി നമ്മൾ ഷർട്ട് ഇട്ടേക്കുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പക്കയാണ്. കൃത്യമായിട്ടും സ്ട്രക്ചറൽ ഡ്രോയിങ് എടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. പൈലിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്തേക്കുന്നത്. അവസാനഘട്ട പണികൾ എന്ന് പറഞ്ഞാൽ ഈ എലിവേഷൻ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഓരോ വർക്കിനും എല്ലാ ആളിനെ ഒരേ സമയം കയറ്റി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്താണ് ഇത് സ്പീഡപ്പ് ആക്കിയത്. അപ്പൊ അല്ലാതെ ഇതിന്റെ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം പക്കാ ക്വാളിറ്റിയാണ്. അങ്ങനെ പലരും സംസാരിക്കാറുണ്ട്. കാരണം സ്പീഡപ്പ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ക്വാളിറ്റി കുറയത്തില്ലേ എന്നുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ പക്ഷേ ഇനി ഒരാഴ്ചത്തെ വർക്ക് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 1-ാം തീയതി മുതൽ കൃത്യമായിട്ട് ഇത് റെന്റ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ.